അതായത് കെ സ്മാർട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇനി ലഭിക്കുന്ന പഞ്ചായത്തുകളിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന സേവനങ്ങൾ മുഴുവൻ ഈ ഒരു കെ സ്മാർട്ട് എന്ന് പറഞ്ഞ ഒരു ഏകജാലക സംവിധാനം വഴിയായിരിക്കും. ഉദാഹരണത്തിന് നമ്മളെ ജനന രജിസ്ട്രേഷൻ, മരണ രജിസ്ട്രേഷൻ മുതൽ വിവാഹ രജിസ്ട്രേഷൻ, കെട്ടിട നികുതി, അതുപോലെ ബിൽഡിങ്ങിൻ്റെ പെർമിറ്റ് ഉൾപ്പെടെ എല്ലാ സേവനങ്ങളും ഇനി കെ സ്മാർട്ട് വഴിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ കൂടി സ്പീഡാവാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് പെർമിറ്റ് ഇതിലേക്ക് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലെന്തെങ്കിലും നിയമലംഘനങ്ങളോ എന്തെങ്കിലും കറക്ഷൻസോ ഉണ്ടെങ്കിൽ ഒരു 10 സെക്കൻഡിനുള്ളിൽ തന്നെ അത് ഡിറ്റക്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പാകത്തിലാണ് ഈ ഒരു സോഫ്റ്റ്വെയർ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പോൾ 10-ാം തീയതി ഏപ്രിൽ 10 മുതൽ അത് ഏകദേശം ചാലുവാകും. അതിനുശേഷം ആണ് നമുക്കതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മളത് യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് കൂടുതൽ മനസ്സിലാകുക. എന്തായാലും നമുക്കിനി ബിൽഡിംഗ് പെർമിറ്റൊക്കെ പെട്ടെന്ന് തന്നെ കുറച്ചും കൂടി സ്പീഡിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ട് അതിൽ ആശങ്കപ്പെടാനൊന്നുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.